ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മെരി ക്രിസ്മസ്. അപ്പോൾ നമ്മളെ വീട്ടിലൊരു ചെറിയൊരു ക്രിസ്മസ് ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് പുട്ടും ഉപ്പുമാവൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കൂട്ടി കഴിച്ചു. ഞാൻ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ പിള്ളേർ അപ്പുറത്തെ വീട്ടിലൊരു പുൽക്കൂട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെയും വേണം ഇതേപോലെ ഒന്ന് എന്നൊക്കെ പറഞ്ഞ് നല്ല കച്ചറിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ കയ്യിൽ അതിനുള്ള സാധനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ പറഞ്ഞാൽ നമ്മളത് അതിനുള്ള പട്ടികയും കാര്യങ്ങളും വെച്ചുണ്ടാക്കണമല്ലോ. പക്ഷെ അവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവരെ വാശി ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഉള്ളത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്. പിന്നെ ഇവിടെ ഉള്ള 2 കമ്പൊക്കെ എടുത്തിട്ട് ഞാൻ അവരെ കണ്ണപ്പൊടി ഇടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നൊരു കൂടാട്ടോ. ഇതിൽ യേശു പോയിട്ട് ആരും വന്ന് കിടക്കൊന്നുമില്ല. പക്ഷേ അതല്ലല്ലോ അവർ പറയുമ്പോൾ നമ്മളവർക്കൊരു അതിൻ്റെ ഒരു ആകൃതി കാണിച്ചു കൊടുക്കണമല്ലോ. അതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. അവരെ കണ്ണപ്പൊടിയിടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് കേട്ടോ. ആദ്യമൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ആദ്യമൊക്കെ നമ്മൾ ഗംഭീരമായി കൂടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അടിപൊളിയാക്കുമായിരുന്നു കേട്ടോ, മാരേജിന് മുന്നേ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്രിസ്മസും എല്ലാം ഒക്കെ കണക്കാണ്. പിന്നെ കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, പിന്നെ എല്ലാതും ഡേ നമുക്ക് ഒരുപോലെയൊക്കെ തോന്നിക്കും. പിന്നെ എന്നാലും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണ്ട സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവർക്ക് വേണ്ടി ഞാനിങ്ങനെ ചെറുതായിട്ടൊരു തട്ടിക്കൂട്ട് പരിപാടി ഒപ്പിച്ച് കൊടുത്തു അവരെ കണ്ണുപൊടിയണേ. അപ്പോൾ അവർ സഹായിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് സമ്പത്ത് ക്യൂരിയോസിറ്റി കൊണ്ട് അവരെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ അടി കൂടുന്നുണ്ട്, എല്ലാതും അവിടെ നടക്കുന്നുണ്ട്. എന്നാലും അവരെല്ലാതും എടുത്തുവിടുന്ന് തരാനും എല്ലാത്തിനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. ഞാൻ പറഞ്ഞില്ലേ അവർക്ക് കാണിക്കാൻ വേണ്ടി മാത്രം അത് തലേസെടുത്തായിട്ട് നമ്മൾ. അപ്പോൾ അതങ്ങനെ അവിടെ ഇരുന്നു. പിറ്റേ ദിവസം പിന്നെ നമ്മൾ ഇവരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ പ്ലം കേക്കാണ് മുറിക്കാറ്. അപ്പോൾ അതൊക്കെ കഴിച്ച് അവർ മുറ്റത്തേക്ക് ഇറങ്ങി. ഞാൻ പാത്രം കഴുകാൻ പോയതൊക്കെ നോക്കിയിട്ട് അവർ കൂടും മേടൊക്കെ തകർത്ത് പൊളിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചിറങ്ങി അപ്പൂപ്പം ആകാശത്തിരിക്കത്തിൻ്റെ അവിടെ കെട്ടി വെച്ചു, അല്ലെങ്കിൽ അതും എടുത്ത് കേടെടുത്ത് വരും. പിന്നെ നമുക്കിന്ന് ഇവിടെ നെയ്ച്ചോറും ചിക്കനൊക്കെ ആയിരുന്നു. അതൊക്കെ ഫാദറിൻ്റെ വകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ പിള്ളേർക്കും കൊടുത്തു. പിന്നെ അത് കൂട്ടി നമ്മളും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് പിന്നെ ഇതൊക്കെ കൂടി കഴിച്ചാൽ പിന്നെ വയറ് ഫുള്ളാവുമല്ലോ. അതിനിടയ്ക്ക് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. ഉറക്കമെന്ന് പറയാൻ പറ്റില്ല, അവരെ കൂടെ കുറച്ച് നേരം കിടക്കുമ്പോൾ പിന്നെ സ്വാഭാവികമായി നമ്മൾ ഉറങ്ങി പോകുമല്ലോ. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞു. പിന്നെ ഈവനിങ് പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നൈറ്റ് ആയപ്പോൾ കരകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വന്ന് പിള്ളേരൊക്കെ ഉണ്ട്, അടിപൊളിയായിരുന്നു സംഭവം, സൂപ്പറായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.